السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, നമ്മുടെ മക്കയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നമ്മൾ തായിഫും അതുമായി ബന്ധപ്പെട്ട യാത്രകളിലുമൊക്കെ ആയതുകൊണ്ട് ഇന്നലെ നമ്മുടെ ഒരുമിച്ച് കൂടലുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ മക്കയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് ഹറം അതിർത്തിയെക്കുറിച്ചാണ്. ഹറം, ഹില്ല്, രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ. ഹറം അതിർത്തിയുണ്ട്, ഹില്ലുമുണ്ട്. ഹറമല്ലാത്ത പ്രദേശത്തിന് ഹില്ല് എന്നാണ് പറയുന്നത്. ഹറം എന്ന പദം സാധാരണയായി നമ്മളൊക്കെ കേൾക്കാറുള്ള പദമാണ്. ഇഹ്റാമിൽ നമ്മൾ ഹറം കേട്ടിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ ഹറമുണ്ട്, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറം എന്നും മസ്ജിദുൽ ഹറാം എന്നും രണ്ടും ഉച്ചരിക്കും, പ്രൊനൗൺസ് ചെയ്യും. അവിടെയൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ആ ഹറാം എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പവിത്രതയാണ്. ആ പവിത്രത യഥാർത്ഥത്തിൽ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും അത്തരം പവിത്രതകൾ നമ്മൾ പലപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. ഹറമിൽ ആരാധനക്കും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ വരുന്ന ആളുകൾ ചില മര്യാദകളും ചിട്ടകളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അതിർത്തി കൃത്യമായി നിശ്ചയിച്ചത്. ആ അതിർത്തിക്കുള്ളിലുള്ള നിയമമല്ല അതിർത്തിക്ക് പുറത്തുള്ളത്. ഇന്നലെ നമ്മൾ വരുമ്പം അതിൽപ്പെട്ട ഒരതിർത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ അതിർത്തികളുണ്ട്, അല്ലെങ്കിൽ ബോർഡറുകളുണ്ട്. ഇതിലൊരു ബോർഡർ നമ്മൾ കണ്ടല്ലോ, അവിടെ ഒരു ചുവന്ന ബോർഡും കണ്ടല്ലോ. ആ ചുവന്ന ബോർഡിലൂടെയാണ് മുസ്ലിങ്ങളല്ലാത്തവർ കയറി പോകേണ്ടത്. ചില പ്രദേശങ്ങൾ അപ്രകാരം അടയാളപ്പെടുത്തിയത്. പച്ച ബോർഡുകളിടത്തേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത്. ഏകദേശം ഈ ഒരു ഹറം എന്ന് പറയുന്നതും ഈ മക്ക എന്ന് പറയുന്നതിന് ഏകദേശം ഒരു 30ഓളം ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ ഏകദേശ വിസ്തീർണമായി കണക്കാക്കിയിട്ടുള്ളത് മക്കയുടെ. അത് ഏകദേശം പൂർണ്ണമായും മക്ക എന്ന് പറയാവുന്ന പ്രദേശം പൂർണ്ണമായും ഹറം തന്നെയാണ് മക്ക. അതുകൊണ്ടാണ് ഈ ഹറം പ്രദേശത്തിന് പുറത്തുള്ളതിന് ഹില്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് പുറത്തുള്ള സ്ഥലം എന്താണ്? ഹില്ലാണ്. മക്ക എന്ന് പറയുന്നത് ഏകദേശം പൂർണ്ണമായും എന്താണ്? ഹറമാണ്. അതാണ് മക്കയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹറം അതിർത്തി ആദ്യമായി നിശ്ചയിച്ചത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഹറം അതിർത്തി നിശ്ചയിച്ചത്. പിന്നീട് കുറേ കാലഘട്ടത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യാപ്പമാരിൽ, പിതാമഹന്മാരിൽ നമ്മൾ എണ്ണാറുള്ള ഖുസയ്യും, അദ്ദേഹം ഈ അതിരുകൾ പിന്നീട് പ്രത്യേകമായി അടയാളപ്പെടുത്തി പ്രതിഷ്ഠിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹിജ്റ 8-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരികയും മക്ക ഫതഹ് സംഭവിക്കുകയും മക്ക നബിക്ക് കീഴടങ്ങുകയൊക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽപ്പെട്ട തമീം ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി ഈ അതിരുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ച് പറഞ്ഞയച്ചു. തമീം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആളുകൾ ഈ ഭൂമിയുടെ അതിർത്തിയും അതിരും ഒക്കെ പ്രത്യേകം അറിയുന്ന ആളുകൾ. അതിൽ ഈ പ്രദേശങ്ങളുടെ മക്കയിൽ ജീവിക്കുകയും മക്കയുടെ അതിർത്തിയും വളവും ഒക്കെ അറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്കാണ് തമീം റളിയല്ലാഹു അൻഹുവിനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. അനേകം ദിവസങ്ങളുടെ പരിശ്രമ ഫലമായി അദ്ദേഹം അത് അടയാളപ്പെടുത്തുകയുണ്ടായി. പിന്നീട് രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രാഷ്ട്രീയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇതൊന്നുകൂടി കൃത്യമായി അടയാളപ്പെടുത്തി. അത് അവിടെ അടയാളപ്പെടുത്തിയത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ, ഇന്ന് നമ്മളിനി ഈ അറഫയിലും മിനയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും അതിർത്തികളുടെ വലിയ കമാനങ്ങൾ. അതുപോലെയുള്ള കമാനങ്ങൾ സ്ഥാപിച്ച് അടയാളപ്പെടുത്തുകയുണ്ടായി. പിന്നീട് വന്ന ഖലീഫമാരൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ഖിലാഫത്തിൻ്റെ കാലത്ത്, അതുപോലെ അബ്ദുൽ മലിക് രാജാവിൻ്റെ കാലത്ത് ഒക്കെ ഈ അതിരുകൾ വ്യവസ്ഥപ്പെടുത്തുകയും
അതുപോലെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി സൗദി അറേബ്യയുടെ ആധുനിക ചരിത്രത്തിൽ പറയുന്നത് ഫഹദ് രാജാവ് പ്രത്യേകമായി താല്പര്യപ്പെടുത്തി പ്രമുഖ മതപണ്ഡിതന്മാരെയും അതുപോലെ ഈ മക്കയുടെ ചരിത്രം അറിയുന്ന ചരിത്രകാരന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഹറമിൻ്റെ അതിർത്തിയെക്കുറിച്ച് പ്രത്യേകം പഠനം നടത്തുകയും ഇന്ന് കാണുന്ന രീതിയിൽ വളരെ മനോഹരമായി ആ അതിർത്തി പരിഷ്കരിക്കുകയും ആ അതിർത്തികളിൽ പ്രത്യേകമായ കാവലുകൾ നിശ്ചയിക്കുകയും ആ അതിർത്തിക്കടുത്ത് പ്രത്യേകമായ ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കി മുസ്ലിങ്ങളല്ലാത്തവർ ഈ അതിർത്തിയിൽ പ്രവേശിക്കാതിരിക്കുവാനും അല്ലാത്തവർ വരികയാണെങ്കിൽ തിരിച്ചു പോകാനുമുള്ള വഴികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത് ഫഹദ് രാജാവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരതിർത്തി, നമ്മൾ ജിദ്ദയിൽ നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ഒരു അതിർത്തി കണ്ടിട്ടുണ്ടാവും, ചെക്കിംഗ് ഒക്കെ ഉണ്ടായ ഒരു സ്ഥലം, അതാണ് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് ഷുമൈസിയ. ഹുദൈബിയ എന്നത് പഴയ ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം എന്ന നിലക്കാണ് ആ പ്രദേശത്തിന് ഹുദൈബിയ എന്ന് പറയുന്നത്. ഇന്ന് അതിൻ്റെ പേര് ഷുമൈസി എന്നാണ്. ഇത് അവിടുന്ന് കഅബയിലേക്ക് ഏകദേശം ഈ മസ്ജിദുൽ ഹറമിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളിപ്പം അത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ആരെങ്കിലുമൊക്കെ ജിദ്ദയിൽ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണും, പ്രത്യേകമായൊരു കമാനമുണ്ട്. ഒരു മുസ്ഹഫ് തുറന്നത് വെച്ച് പോലെയുള്ള ഒരു കമാനം. ആ കമാനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാലാണ് ഷുമൈസി ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഒന്നാമത്തെ ഈ ഹറം അതിർത്തി ആരംഭിക്കുന്നത്. അതുമുതൽ ഹറമാണ്. പിന്നീട് രണ്ടാമത്തേത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ നമ്മൾ കണ്ടിട്ടില്ല, തൻഈം എന്ന് പറഞ്ഞതാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ജഅറാനയാണ്. തൻഈമാണ് രണ്ടാമത്തേത്. തൻഈം എന്ന് പറഞ്ഞാൽ മസ്ജിദ് ആയിഷ ഉള്ള സ്ഥലമാണ്. എല്ലാവരും തൻഈം കേട്ടിട്ടുണ്ടാവും. ആളുകളൊക്കെ ഇവിടുന്ന് ഉംറ എടുക്കാൻ വേണ്ടി ചോട്ടാ ഉംറ എന്ന പേരിൽ ഒരു ഉംറയ്ക്ക് വേണ്ടി തൻഈമിലേക്ക് പോകാറുണ്ട്. ആ തൻഈമാണ് രണ്ടാമത്തെ അതിർത്തി. അവിടെയാണ് ഈ മസ്ജിദ് ആയിഷ ഉള്ളത്. മസ്ജിദ് ആയിഷ അവിടെ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ആ പേരിലൊരു പള്ളി അവിടെ വരാനുള്ള കാരണം, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഉംറ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൻ്റെ പുറത്തു പോകാൻ വേണ്ടി കൽപ്പിച്ച പ്രദേശമായിരുന്നു അത്. അവിടെയും ഇന്ന് വലിയ കമാനമുണ്ട്, മസ്ജിദ് ആയിഷ ഉണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട് ആ പ്രദേശത്ത്. ഏകദേശം ഈ അവിടെ നിന്ന് മക്കയിലേക്ക് അല്ലെങ്കിൽ ഹറമിലേക്ക് 7.5 കിലോമീറ്റർ ദൂരമാണ് അവിടെ നിന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഒരു അതിർത്തി. മൂന്നാമത്തേതാണ് ഇന്നലെ നമ്മൾ കണ്ട ജഅറാന. നമ്മൾ തായിഫിൽ നിന്ന് വരുന്ന സമയത്ത് കണ്ടല്ലോ ജഅറാന. അവിടുന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലോ ഈ വഴിയാണ് മുസ്ലിങ്ങളല്ലാത്തവർ കടന്നു പോകേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ജഅറാനയും യഥാർത്ഥത്തിൽ ഈ തൻഈം പോലെ മക്കക്കാരുടെ മീഖാത്തായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ ജഅറാനയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററാണ് ഈ കഅബയുടെ അടുത്തേക്കുള്ളത്. ജഅറാന എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ബനൂ തമീം എന്ന് പറഞ്ഞ കുടുംബമാണ് താമസിച്ചിരുന്നത് ഈ ആ കാലഘട്ടത്തിൽ. തമീം കുടുംബം, ആ തമീം കുടുംബത്തിലെ ജഅറാന എന്നു പേരുള്ള ഒരു സഹോദരി, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ സ്ഥലത്താണ് ഈ അതിർത്തി ഉള്ളത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ജഅറാന എന്ന് പേര് വിളിച്ചത്. മറ്റൊന്ന്, തായിഫിൽ നിന്ന് ഞാൻ ഇന്നലെ തായിഫിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങുന്ന ചരിത്രം പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നഹ്ല എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ. അത് സത്യത്തിൽ നമ്മൾ സെയിലിലൂടെ ഇന്നലെ വന്ന വഴിയിലൂടെ വന്നാൽ നഹ്ല കാണില്ല. ഹദ എന്ന് പറഞ്ഞ വേറെ വഴിയുണ്ട്, ഈ എന്താണ് ചുരമുള്ള വഴി, അതിലൂടെ വരുമ്പോഴാണ് അന്ന് നഹ്ല ശരിക്കും കാണുക. ഈ നഹ്ല മുതൽ ഹറം അതിർത്തിയാണ്. നഹ്ല ഏകദേശം ആ റോട്ടിൽ അവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമാണ് ഈ ഹറമിലേക്കുള്ളത്. നഹ്ല എന്ന അതിർത്തിയിൽ നിന്ന് കഅബയിലേക്കുള്ളത് ഏകദേശം 45 കിലോമീറ്റർ ദൂരമാണ്. ഇനി നമ്മളൊക്കെ എല്ലാവരും കാണാൻ പോകുന്ന ഒരു അതിർത്തിയുണ്ട്, അത് അറഫയിലാണ്. അറഫ ശരിക്കും അറഫയുടെ പ്രധാന ഭാഗം ഹറമിൻ്റെ പുറത്താണ്. പ്രധാന ഭാഗം ഹറമിൻ്റെ പുറത്താണ്. അറഫയിൽ പള്ളിയുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മക്ക സിയാറത്തിൽ അത് കാണും. മസ്ജിദുൻ നമീറ, മസ്ജിദുൻ നമീറയുടെ ചെറിയ ഭാഗം മാത്രമാണ് ഈ ഹറമിൻ്റെ അകത്തുള്ളത്, മറ്റത് ഹറമിൻ്റെ പുറത്താണ്. അപ്പോൾ അറഫ സത്യത്തിലുള്ളത് ഈ ഹറം അതിർത്തിയുടെ പുറത്താണ്.
അറഫയുള്ളത്. മനസ്സിലായില്ലേ? ഇതാണ് പ്രധാനപ്പെട്ട അതിർത്തികൾ. പണ്ട് അടയാളപ്പെടുത്തിയ മറ്റൊരു അതിർത്തി, ചരിത്രത്തിൽ കാണുന്ന ഒരു അതിർത്തിയാണ് ഇദാഅത്തു ലബൻ എന്ന് പറയുന്നത്. അത് യമനിലേക്ക് പോകുന്ന റോഡിലാണ്. അതും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്മാരകം ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഏകദേശം ഈ ഹറമിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം മനസ്സിലാക്കാനാണ്. ഒന്ന്, ഹറം എന്ന് പറയുന്നതും ഹറം പ്രദേശം എന്ന് പറയുന്നതും ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ. മസ്ജിദുൽ ഹറാം വേറെയാണ്, ഹറാം അതിർത്തി എന്ന് പറയുന്നത് വേറെയാണ്. ഈ ഹറം അതിർത്തി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒന്നാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പള്ളിയും പരിസരവുമാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അതിരുകൾ അല്ലെങ്കിൽ അതിർത്തികൾ എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാ രാജ്യങ്ങൾക്കും അതിർത്തികളുണ്ട് അല്ലേ? ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഇടയിലൊരു ബോർഡറുണ്ട്. യാത്ര ചെയ്തവർക്ക് അറിയാമല്ലേ? യാത്ര ചെയ്തവർക്ക് ഒരു ബോർഡറുണ്ട്, വലിയ ഗേറ്റുണ്ട്, മതിലുണ്ട്, അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, പോകണമെങ്കിൽ പ്രത്യേകമായ നിയമമാണ്. ഈ ഹുദൂദുകൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിർത്തികൾ, ബോർഡറുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം രാഷ്ട്രീയമായ അതിർത്തികളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമിന് അതിർത്തി നിശ്ചയിച്ച് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വലിയൊരു പാഠമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസിക്ക് ചില അതിർത്തികൾ ഉണ്ടാകണം ജീവിതത്തിൽ. ഹറമിന് അതിർത്തി ഉള്ളതുപോലെ വിശ്വാസിക്ക് ചില അതിർത്തികൾ ഉണ്ടാകണം. നോക്കൂ, ഹറമിൻ്റെ പുറത്ത് ജീവിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണ്. അകത്ത് ജീവിക്കുന്നതോ? അകത്ത് ജീവിക്കാൻ അനുവദിക്കപ്പെട്ടത് പ്രത്യേക ആളുകൾക്ക്. അവിടെ ജീവിക്കുമ്പോൾ പ്രത്യേകമായ നിയമമുണ്ട്. ആ നിയമം നമ്മൾ പാലിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരാണ്. ഇതുപോലെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ നമ്മൾ ഇതുപോലെയുള്ള ഒരു രാജ്യമായി കണക്കാക്കി നോക്കൂ. ഇസ്ലാമിന് ചില അതിർത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുന്നത്തിലൂടെയും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ അതിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഹറാം, ഹലാൽ എന്നൊക്കെയാണല്ലോ അല്ലേ? അതിൻ്റെ പേരും അതാണ്. കുറേ കാര്യം നമുക്ക് ഹറാമാണ്, ഏതുപോലെ ഈ ഹറം പോലെ. കുറേ കാര്യം നമുക്ക് ഹലാലാണ്, ഏതുപോലെ ഈ ഹെല്ല് പോലെ. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം. ഈ അതിർത്തികളെ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഈ രാഷ്ട്രീയമായി ഈ ഭൂമിയുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തികളെ നമ്മൾ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ദീനിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന അതിർത്തികളെ നാം അംഗീകരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന അതിർത്തികൾ വളരെ ക്ലിയറാണ്. സൂറത്തു അറാഫിൽ അള്ളാഹു അത് പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. ഖുൽ ഇന്നമാ ഹറമ റബ്ബി, പറഞ്ഞു കൊടുക്കണം നബിയെ, എൻ്റെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് അൽ ഫവാഹിഷ്, ഫാഹിഷത്തുകൾ മാത്രമാണ്, മോശമായ കാര്യങ്ങൾ. നോക്കൂ, ഹറമിൻ്റെ അതിർത്തിയെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് തോന്നണം അള്ളാഹു നിശ്ചയിച്ചു തന്ന പരിധികളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തോന്നണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന പരിധികൾ ഇതുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. അതിൽ മാ ളഹറ മിൻഹ വമാ ബതൻ. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നിശ്ചയിച്ചു തന്ന ഹറാം എന്ന പരിധിയിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതും പ്രത്യക്ഷത്തിൽ കാണാത്തതുമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ച് അതിനെന്ത് ചെയ്യരുത്, പരിഗണിക്കരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ജാറാന 42 കിലോമീറ്റർ അപ്പുറം, എന്തുകൊണ്ടാണ് ഷുമൈസി 22 കിലോമീറ്റർ അപ്പുറം? നമ്മൾ അത് ചോദിച്ചിട്ടില്ലല്ലോ. എന്താ ചോദിക്കാറുണ്ട്? അങ്ങനെയാണത്. അതേപോലെ നമ്മൾ മറ്റു ചോദിക്കാൻ പാടില്ല, നമുക്ക് ചോദിക്കാനുള്ള അധികാരമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? രാഷ്ട്രീയമായ അതിർത്തികളെ നമ്മൾ എന്താ ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി ഇന്ന സ്ഥലം എന്ന് നിശ്ചയിച്ചപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? അതുപോലെ അള്ളാഹുവിൻ്റെ അതിർത്തിയെ നമ്മൾ അംഗീകരിക്കാൻ സന്നദ്ധമാകണം. അള്ളാഹു പറയുന്നത് വളരെ കുറച്ചാണ് അതിർത്തിയായി നിശ്ചയിച്ചത്. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. രണ്ടാമത്തത് പറഞ്ഞത് വൽ ഇസ്മ, പാപങ്ങൾ ചെയ്യാൻ പാടില്ല. ഇസ്മ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഡെഫിനിഷൻ നിർവചനം പറഞ്ഞു തന്നത് അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക എന്നാണ്. ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ചൊറി ഉണ്ടാകുന്ന സാധനം, ഒരു ചൊറി, ഓ ഞാനത് ചെയ്യരുതായിരുന്നുല്ലേ, പറയരുതായിരുന്നുല്ലേ തോന്നൂലേ,
അതാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായി ആരുടെയും ഒന്നും നമ്മൾ കയ്യേറാൻ പാടില്ല. നമുക്ക് പാടില്ലാത്തതാണ്. നമുക്ക് തന്നെ തോന്നും എൻ്റെതല്ല. നമ്മൾ പലപ്പോഴും കേസ് കൊടുത്തല്ലേ വാങ്ങാറുള്ളത് പലതും. ഇത് പാടില്ല. അതുപോലെ വഅൻ തുശ്രികൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, ഒരു രേഖയുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ അള്ളാഹുവിൽ ശിർക്ക് വെക്കുക. നിങ്ങൾ ആലോചിച്ച് ആളുകൾ ചെയ്യുന്നത് ഒരു തരം ന്യായമില്ലല്ലോ. അതാണ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ. ഒരു ന്യായമില്ല ശിർക്ക് ചെയ്യാൻ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ കാബയല്ലാത്തടുത്ത് തവാഫ് ചെയ്യാൻ എന്തൊരു ന്യായമുള്ളത്? ഒരു ന്യായമില്ല. ഇതൊക്കെ ചെയ്തു തന്നത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു അല്ലാത്ത ഇത്തരം ശക്തികളുടെ മുമ്പിൽ ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഫാഹിഷത്താണ്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച പരിധി അത് നമ്മൾ അംഗീകരിക്കണം. അള്ളാഹു നിശ്ചയിച്ച പരിധി എന്താ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധനാ സ്വഭാവമുള്ള കാര്യങ്ങൾ പാടുള്ളൂ എന്നതാണ്. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, നബി എൻ്റെ കൈ പിടിച്ച് എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. നല്ല മനുഷ്യനാകണോ, നല്ല ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാകണമെങ്കിൽ മഹാരിമുകളെ സൂക്ഷിച്ചാൽ മതി, അതിർത്തികളെ സൂക്ഷിച്ചാൽ മതി. മനസ്സിലായി? അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ മക്കയിൽ വന്ന് ഹറമിൻ്റെ അതിർത്തിയെക്കുറിച്ച് പറയുമ്പോൾ, അതിർത്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം അതാണ്. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മക്കയിൽ നിന്ന് പോയാൽ മക്ക എന്ന ഹറമിന് അതിർത്തിയുള്ളതുപോലെ എൻ്റെ ജീവിതത്തിന് അതിർത്തി ഉണ്ടാകും എന്നെല്ലാവരും തീരുമാനിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇങ്ങനെ അള്ളാഹു അതിർത്തി നിശ്ചയിച്ച് ചില വിധിവിലക്കുകൾ ഹറമിൽ അള്ളാഹു നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തിരുമേനിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സത്യത്തിൽ വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാണോ ആകാശവും ഭൂമിയുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഈ മക്കയിലെയും മദീനയിലുമൊക്കെ ഹറം അതിർത്തിയും ഈ നിയമങ്ങളുമൊക്കെ ഉണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിശ്ചയമായും ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഈ നാട് അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് ഇന്നൊന്നരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി വന്നപ്പോൾ, ഒരു രാഷ്ട്രീയ സമൂഹം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണകൂടം വന്നപ്പോൾ, ഒരു കിങ്ഡം വന്നപ്പോൾ ഉണ്ടാക്കിയതല്ല. ഈ അബ്ദുൽ അസീസ് രാജാവ് ഉണ്ടാക്കിയതല്ല ഇത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇബ്രാഹിം നബിയുടെ ചരിത്രം മുതൽ ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള ഉണ്ടായതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയൊരു വാക്ക് പറയുന്നുണ്ട്, പിന്നെ മക്കൾക്ക് ഹറം അതിർത്തി നിശ്ചയിച്ചത് അള്ളാഹുവാണ്, മക്കയെ ഹറമാക്കിയത് അള്ളാഹുവാണ്, മദീനയെ ഇതാ ഞാനും ഹറമാക്കി നിശ്ചയിക്കുന്നു എന്ന്. അങ്ങനെയാണ് മദീനക്കും ഹറം എന്ന് പേര് കിട്ടിയത്. മനസ്സിലായില്ലേ? നിങ്ങൾ രാജാവിൻ്റെ പേര് പറയുമ്പോൾ കേട്ടിട്ടില്ലേ, ഖാദിമുൽ ഹറമൈനി അശ്ശരീഫൈൻ എന്ന്, കസ്റ്റോഡിയൻ ഓഫ് 2 ഹോളി മോസ്കാണ്. അതും എന്താണ്? ഹറമാണ് എന്നർത്ഥം. മദീനയിലും ആ ഹറം അതിർത്തി പ്രദേശമുണ്ട് എന്നർത്ഥം. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് നിശ്ചയിച്ചത്. അതാണ് ഒരു വ്യത്യാസം ഉള്ളത് എന്നർത്ഥം. ഇവിടെ യഥാർത്ഥത്തിൽ ഹറം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാടിലെ ഹറം പ്രദേശത്തെ മണ്ണിനോ പാറക്കോ കല്ലിനോ എന്തെങ്കിലും പുണ്യമുണ്ട് എന്നുള്ളതല്ല. ഒരു പുണ്യമില്ല. സാധാരണ കല്ലും മണ്ണൊക്കെയാണ് ഇവിടെയുള്ള കല്ലും മണ്ണൊക്കെ. ചില ആൾക്കാരൊക്കെ ഹജ്ജിന് വന്നിട്ട് ഇവിടുന്ന് കല്ലും മണ്ണൊക്കെ പൊറുക്കി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുപോകാറുണ്ട്. എന്താ വെച്ചാൽ ഒരു അനാവശ്യമായ സംഗതിയാണത്. ഒരു വിശ്വാസവുമായി ബന്ധമില്ലാത്ത ഒരു സംഗതിയാണുള്ളത്. അതിനല്ല, ആ ഒരു ഇവിടുത്തെ മണ്ണിനല്ല സത്യത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കല്ലിനല്ല, ഇവിടുത്തെ പാറക്കൽ. ഇവിടെ പുണ്യമുള്ള അല്ലെങ്കിൽ പ്രധാനമെന്ന് പറഞ്ഞ പാറ, ഒരു കല്ല്, അത് ഹജറുൽ അസ്വദ് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ സാധാരണ കല്ല, ഒരു വ്യത്യാസമില്ല. അത് സഫയിലെ കല്ലായാലും മറവയിലെ കല്ലായാലും ജബൽനൂറിലെ കല്ലായാലും ജബലുർ റഹ്മയിലെ കല്ലായാലും ഒക്കെ എന്താണ്? ഒരു കല്ല്, സാധാരണ കല്ലും മണ്ണും. അപ്പം അതുകൊണ്ട് അത് പൊറുക്കിക്കൊണ്ടുപോകുക എന്നതൊന്നുമല്ല അതിനെ മരിച്ച് ഇവിടെയുള്ള പവിത്രത അല്ലെങ്കിൽ ഹറം എന്ന് പറയുന്നത്, ഇവിടെ ജീവിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. ആ നിയന്ത്രണങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂറത്തു ഹജ്ജിൽ
ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വളരെ കൃത്യമായി അത് പറഞ്ഞു. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാ വൽ മസ്ജിദിൽ ഹറാം അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആകിഫു ഫീഹിൽ ബാദ് വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. അതൊരു വല്ലാത്ത വാചകമാണ്. സൂറത്തുൽ ഹജ്ജിലെ 25-ാമത്തെ വചനമാണത്. നിശ്ചയമായും സത്യത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യർക്ക് നാം നിശ്ചയിച്ചിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാരോ. നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതും മസ്ജിദുൽ ഹറമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും ഒരേ മാതിരിയാണ്. അതാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് അവർക്ക് വലിയ ശിക്ഷയുണ്ട്. മാത്രമല്ല, അവസാനം പറഞ്ഞ വാചകമാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്. വമൻ യുരിദ് ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ, ഈ ഹറമിൽ വെച്ച് ആരെങ്കിലും ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അന്യായമായ എല്ലാം ഇൽഹാദാണ്. നിരീശ്വരത്വം മാത്രമല്ല, ധർമ്മവിരുദ്ധമായ എല്ലാം ഇൽഹാദാണ്. അങ്ങനെ ആരെങ്കിലും വമൻ യുരിദ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയുള്ള ശിക്ഷ അവനെ നാം ബാധിപ്പിക്കും. അത് പറഞ്ഞാണ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി. അബ്രഹത്തിൻ്റെ കഥ നമുക്ക് അറിയാലോ. ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ളത്. അത് നുദിഖുഹു മിൻ അദാബിൻ അലീം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇവിടെ ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മോശമായ വികാരമോ വിചാരമോ ചിന്തയോ കടന്നു വരാൻ പാടില്ല. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഒരു സംഗതി ഇപ്പം നമ്മൾ ഹറമിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക, ഇവിടെ നിന്ന് ചെയ്യണില്ല, ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാട്ടിൽ ചെന്നിട്ട് ഇന്ന കാര്യം ചെയ്യണമെന്ന് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക, അതുപോലും ഇതിൽപ്പെടും. ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഉദ്ദേശിക്കണില്ല, പക്ഷെ ഇവിടെ വെച്ച് ചെയ്യുക. അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവൻ ചെയ്തു, അതുകൊണ്ടാകാം. മൂന്നാമത്തേത് ഉദ്ദേശിക്കുകയും ചെയ്യുകയും ചെയ്യുക. ശരിക്കും ശ്രദ്ധിക്കണം, ഇത് 3. നോക്കൂ, അതുകൊണ്ടാണ് നിങ്ങൾ കാണണ്ടാവും, ഇവിടെ വെച്ച് തിന്മകൾ ചെയ്ത, ഇവിടെ വെച്ച് മനുഷ്യന്മാരെ ഉപദ്രവിച്ച, ഇവിടെ വെച്ച് ആളുകൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആരും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടില്ല. കാരണം വളരെ കൃത്യമാണ് സൂറത്തുൽ ഹജ്ജിലെ 25-ാമത്തെ ആയത്ത്, നുദിഖുഹു മിൻ അദാബിൻ അലീം. അവിടെ നോക്കൂ, ഇൽഹാദ് എന്ന് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുൽമ് എന്ന് കൂടി ചില സമയത്ത് വിവക്ഷിച്ചിട്ടുണ്ട്. ളുൽമ് നബി വിശദീകരിച്ചിട്ടുണ്ട്. ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം. നിങ്ങൾക്ക് തോന്നല്ലേ നമ്മളോട് അയാൾ അക്രമം ചെയ്തു എന്നൊക്കെ അല്ലേ? ഇവിടെ തന്നെ ഹറമിൻ്റെ അകത്ത് ചിലപ്പം നമ്മളോട് ചില ആൾക്കാർ അക്രമം ചെയ്യാറ് ഇല്ലേ? അപ്പം നമ്മൾ സമാധാനമല്ല, തിരിച്ചക്രമിക്കാൻ നമുക്ക് പാടില്ല. അത് നമ്മുടെ രീതിയല്ല, നമുക്ക് പാടില്ലാത്തതാണ്. ഹറമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച പവിത്രതകളിൽ വളരെ പ്രധാനമായത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു സുദീർഘമായ ഹദീസിൽ നബി പറയുന്നുണ്ട്, എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ഒരാൾക്കും ഇവിടെ വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ കേവലം ചെറിയൊരു സമയം അനുവദിച്ചു. ആ മക്ക ഫതഹിൻ്റെ ദിവസം ചെറിയൊരു സമയം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അനുവദിച്ചു കൊടുത്തത്. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ഉള്ളായിരുന്നു എന്നാണ് പറയുന്നത്. കേവലം 1 മണിക്കൂർ. അതിനുശേഷം ഒന്നും പാടില്ല. ഇവിടെ യുദ്ധം പാടില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പലപ്പോഴും യുദ്ധസമാനമായ പ്രശ്നങ്ങളൊക്കെ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോഴും ഉണ്ടാക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണകൂടം വല്ലാത്ത സബർ കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ പുല്ല് എടുക്കാൻ പാടില്ല, ഇവിടുത്തെ മരം മുറിക്കാൻ പാടില്ല, ഇവിടെ വേട്ടയാടാൻ പാടില്ല, ഇവിടുന്ന് വീണുപോയ ഒരു വസ്തു എടുക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ കൃത്യമായി നിശ്ചയിച്ചു തന്ന നിയമങ്ങളാണ്. ഈ നിയമങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പ്രദേശം ഹറമാകണം. വമൻ ദഖലഹു കാന ആമിന, സുരക്ഷിതമായിരിക്കണം, അമ്നുള്ള സ്ഥലമായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 2 പ്രാവശ്യമല്ലേ പ്രാർത്ഥിച്ചത് അമ്നുണ്ടാകാൻ. അപ്പോൾ ഇവിടെ അമ്നുണ്ടാകാൻ എല്ലാവർക്കും, ജീവജാലങ്ങൾക്ക് പോലും സുരക്ഷിതത്വം ഉണ്ടാകണം, സസ്യങ്ങൾക്കും ചെടികൾക്കും പോലും സുരക്ഷിതത്വം ഉണ്ടാകണം. അതാണ് ഇത്. ഇപ്പം മാത്രമല്ല, ജാഹിലിയ കാലത്തുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ചപ്പോൾ നിങ്ങൾ ഹെൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞ ഒരു സന്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും.
ഹെൽഫുൽ ഫൂൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 20 വയസ്സുള്ള സമയത്തുണ്ടായ ഒരു സന്ധിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുബൈദ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് തായിഫിൻ്റെയും മക്കയുടെയും ഇടയിൽ. സുബൈദ് കനാലൊക്കെ പറഞ്ഞല്ലോ, ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളാണ്. ഒരു സുബൈദുകാരന്, ഒരു കച്ചവടക്കാരൻ ഇവിടെ വരികയും ചില ആളുകൾ ഇവിടെ വെച്ച് അന്യായമായി അദ്ദേഹത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുകയും ചെയ്തു. ഇതിനെ പറ്റി പരാതി പറഞ്ഞപ്പോൾ ഈ തട്ടിയെടുത്ത തട്ടിപ്പ് വീരൻ്റെ കുടുംബക്കാർ പരിഗണിച്ചില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ, ഇയാൾ ഒരു ഹിക്മത്തെടുത്തു. നമ്മൾ ഇൻഷാ അല്ലാഹ് മക്ക ഇങ്ങനെ നടന്ന് കാണുമ്പം ഒരു പർവ്വതം കാണും, അബുൽ ഖുബൈസ് എന്ന് പറയുന്ന ഒരു പർവ്വതം, അബുൽ ഖുബൈസ് പർവ്വതം, കാബൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പർവ്വതം. അതിൻ്റെ മുകളിൽ കയറി ഇയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ഇന്ന ആള് എൻ്റെ സ്വത്ത് അന്യായമായി തട്ടിയെടുത്തിട്ടുണ്ട്, എനിക്കത് തിരിച്ചു കിട്ടണമെന്ന്. സത്യത്തിൽ ഇവിടെ പാടില്ലായിരുന്നു. ഇവിടുത്തെ നിയമം, അന്നേയുള്ള നിയമം എന്താണ്? ഇവിടെ സുരക്ഷിതമാണ്. ഇവിടേക്ക് വന്നാലാ, ഇവിടെ കൊലയാളി വന്നാൽ പോലും, ഇവിടെ ഗോത്രങ്ങൾ തമ്മിൽ മുടിച്ച പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് കൊലയാളി വന്നാൽ പോലും കൊല്ലാൻ പറ്റൂല. അതായത് ഇവിടുത്തെ അലിഖിതമായ, ഇസ്ലാം കൊണ്ടുവന്നതല്ല, അലിഖിതമായ നിയമമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ആകാശഭൂമി സൃഷ്ടിക്കപ്പെട്ടത് മുതലുള്ള നിയമം, ഇവിടെ ഉള്ളൊരു നിയമമാണ്. ഈ മനുഷ്യൻ്റെ ഇത് കേട്ടപ്പോൾ, ഈ ശബ്ദം കേട്ടപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടി, ഖുറൈശി പ്രമുഖരൊക്കെ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഈ തട്ടിയെടുത്ത ആസിബിന് വായിൽ എന്ന് പറഞ്ഞ ആളാണ് തട്ടിയെടുത്തത്. അയാളെ പിടിച്ചു കൊണ്ടുവരികയും അയാളുടെ ഈ മനുഷ്യൻ്റെ അവകാശങ്ങൾ മുഴുവൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും എന്നിട്ട് ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു. ആ കരാറായിരുന്നു ഹിൽഫുൽ ഫുദൂൽ എന്ന കരാറ്. ആ കരാറിൽ പറയുന്നത്, ഒരു കാരണവശാലും ഇനി ഏതൊരു നാട്ടുകാരനായാലും ഇവിടെ വന്നാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല, അയാൾക്ക് ഒരിക്കലും അന്യായം സംഭവിക്കാൻ പാടില്ല എന്ന്. അതാണ് ഈ രാജ്യത്തിൻ്റെ നിയമം, ഈ പ്രദേശത്തിൻ്റെ നിയമം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പക്ഷേ അന്യായമായി ഇവിടെ പലരും ദ്രോഹിക്കുന്നുണ്ടാവും, സാമ്പത്തികമായി ദ്രോഹിക്കും, ശാരീരികമായി ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് വെച്ചാൽ, നമുക്കവിടെ സബ്ർ വേണം. നമ്മൾ ഈ പ്രദേശത്തിൻ്റെ അച്ചടക്കം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിൻ്റെ അന്ന് പ്രഖ്യാപിച്ചില്ലേ, ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ തഖ്റബുൽ മസ്ജിദുൽ ഹറാം ബഅദ ആമിഹിം ഹാദാ എന്ന് പറഞ്ഞില്ലേ. മുശ്രിക്കുകളൊക്കെ മാലിന്യമാണ്, മസ്ജിദുൽ ഹറമിൻ്റെ അടുത്തേക്ക്, ഈ ഹറം പ്രദേശത്തേക്ക് ഈ വർഷത്തിന് ശേഷം ഒറ്റെണ്ണം കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു. അത് ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. സത്യത്തിൽ അത് ഇത്രയേ ഉള്ളൂ. അതിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, തൗഹീദാണ്, ഏകദൈവ ആരാധനയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ നേര്. ഈ ഹറമും മക്കയും കഅബയും ഒക്കെ യഥാർത്ഥത്തിൽ തൗഹീദിന് വേണ്ടി, ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് എന്ത് വരാൻ പാടില്ല? അന്യായം വരാൻ പാടില്ല. ശിർക്കെന്താ? അന്യായമാണ്. ഏറ്റവും വലിയ ന്യായം തൗഹീദാണെങ്കിൽ ഏറ്റവും വലിയ അന്യായം എന്താ? ശിർക്കാണ്. അതുകൊണ്ട് ബഹുദൈവാരാധകർ ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് തൗഹീദിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ വരേണ്ടത് മുവഹിദുകളാണ്. മുവഹിദുകളല്ലാത്തവർ ഇങ്ങോട്ട് വരരുത് എന്നതാണ്. അതിലെന്താ എത്ര പുതുമ? ഒരുപാട് രാജ്യങ്ങളിലെ, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇന്ന രാജ്യത്തുള്ള ആൾക്കാർ വരണമെന്ന് പറയില്ലേ? ആരെങ്കിലും ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ചില ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ, ചില ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കടുപ്പമുള്ള നിയന്ത്രണമല്ലേ. എന്തേ ആരും ശബ്ദം ഉണ്ടാക്കാത്തത്? അത്രയേ ഉള്ളൂ. ഇതിൽ വേറൊന്നുമില്ല. ഇതെന്താ ചെയ്ത് തൗഹീദിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മക്ക എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ ഈ തൗഹീദിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു നിയമമുണ്ടാക്കിയത്. അതല്ലാതെ ആരെങ്കിലും ഒറ്റപ്പെടുത്താനല്ല. നോക്കൂ, എത്ര എളുപ്പം. ആ പരിധിയിൽ നിന്ന് അയാൾക്ക് കിടക്കണമെങ്കിലുള്ള എളുപ്പം എന്താ? പാസ്പോർട്ട് വേണോ? പ്രത്യേകം പാസ്പോർട്ട് വേണോ? പ്രത്യേക ലൈസൻസ് വേണോ? ഒന്നുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ തീർന്നല്ല കാര്യം. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ലൈസൻസ്, അതാണ് ഇതിൻ്റെ പുതുമയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ ദുബായിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ലോകത്തുള്ള ഏകദേശം എല്ലാ പ്രദേശവും ഞാൻ കണ്ടിട്ട് എനിക്ക് മക്കയെന്ന് കാണാൻ ഭയങ്കര പൂതിയുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യൻ. അയാൾ എല്ലാ റമദാനിലും നോമ്പ് നോൽക്കുന്ന നല്ല ഒരു ദേശീയ രാഷ്ട്രീയക്കാരനാണ്. അയാൾ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്, വളരെ ആഗ്രഹത്തോടു കൂടിയാണ് പറഞ്ഞത്. ഒരു 2-3 ആളുകളെയും കൊണ്ടുവന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ വിചാരിച്ച് നമ്മളൊരു ലെറ്റർ കൊടുത്താൽ എന്താക്കാൻ പറ്റും, ഇങ്ങോട്ട് കടത്തും എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ എളുപ്പമുണ്ട് കാര്യം.
നിങ്ങളിപ്പോൾ ഇരിക്കണ എൻ്റെ ഓഫീസിലുള്ള സോഫയിലല്ല ഇരിക്കുക. ഞാൻ പറയും നിങ്ങൾ ആ ഇരിക്കണ സ്ഥലത്ത് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് നിങ്ങൾക്ക് പോകാം. വേറെ പാസ്പോർട്ടൊന്നും വേണ്ട, വേറൊരു കാര്യമില്ല. ഇതാണ്. അപ്പോൾ ഇതിലുള്ള വിഷയം അതാണ് നമ്മൾ മനസ്സിലാക്കുക. അന്ന് മനസ്സിലാക്കണം നമ്മൾ ആരാ. നിങ്ങൾ ആലോചിച്ചു, നമ്മളാരാ? നമ്മൾ ഇന്നലെ കണ്ട ബോർഡ് എന്താ? ആ ബോർഡിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ ബോർഡ് മേലെ എന്താ എഴുതിച്ച്? മംനൂഉ ദുഖൂൽ ഗൈറുൽ മുസ്ലിമീൻ, നോ എൻട്രി ഫോർ നോൺ മുസ്ലിംസ്. നമ്മൾ ആരാ? മുസ്ലിമിനോട് പറയാ അൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നമ്മളാ വലിയവര്. നമ്മളൊരിക്കലും ചെറിയവരാണെന്ന ചിന്തയിലേക്ക് പോകരുത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഹറമിൽ താമസിക്കുമ്പോൾ, ഹറം അതിർത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഹറമിലാണെന്ന പൂർണ്ണ ബോധത്തോടുകൂടി തിന്മകൾ ചെയ്യാതെ, തിന്മകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാം. നോക്കൂ, നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ ഇവിടെ വെച്ചുള്ള തിന്മകളും കടുപ്പമുള്ളതായിരിക്കുമെന്ന ബോധം നമുക്കുണ്ടാകും. ഒരിക്കലും വരരുത്, ചിന്തകളിൽ പോലും വരരുത്, ആലോചനയിൽ പോലും വരരുത്. വല്ല തിന്മകളും ചെയ്യാനുള്ള പ്ലാൻ ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. ഇനി അങ്ങോട്ട് ഹറം അതിർത്തി ഏതുപോലെയാണോ അതുപോലെ സൂക്ഷ്മത എൻ്റെ ജീവിതത്തിൽ അതിർത്തി നിശ്ചയിച്ച് ഞാൻ കൊണ്ടുപോകും എന്ന പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം ഇവിടുന്ന് പോകേണ്ടത്. അള്ളാഹു ഇത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹറമിൻ്റെ മുഴുവൻ പവിത്രതയും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. മഖബൂലായ, മബ്റൂറായ, മൈസൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിവിടെ വെച്ച് ചെയ്യുന്ന എല്ലാ അമലുകൾക്കും നീ നിശ്ചയിച്ച പരിപൂർണമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന ദിവസം ഞങ്ങളുടെ നന്മയുടെ തുലാസിൽ കൂടുതൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ഇനിയും ഇനിയും ചെയ്യാൻ അർഹമുർ റഹീമായ റബ്ബേ, ഈ വിശുദ്ധ മണ്ണിൽ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണമേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.